നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2D അനിമേഷൻ്റെയാണ്. 2D അനിമേഷന് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ അഡോബ് അനിമേറ്റ് CC 2023 സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾ ഇൻട്രൊഡക്ഷനും ഒരു ബേസിക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ ലുക്കും ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ഇൻ്റർഫേസും ഒക്കെ കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സോഫ്റ്റ്വെയറിലെ ടൂൾസിനെ പറ്റിയാണ്. ടൂൾസ് 2-3 ക്ലാസ്സായിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത് ഒരു വലിയ വിഷയമാണ്. ടൂൾസ് പഠിച്ചിരിക്കേണ്ടേ നമുക്ക് അത്യാവശ്യമാണ്. ടൂൾസ് ഇല്ലാതെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഈ സൈഡിൽ കാണുന്നത് എല്ലാം ടൂൾ ബാറാണ്. ടൂൾ ബാർ ഇത് ഇവിടെ കാണും. ഇവിടെ കാണുന്നില്ലാണ്ടുണ്ടെങ്കിൽ ഈ വിൻഡോസിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ടൂൾസിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ കാണുന്നുണ്ട്, കാരണം വെച്ചാൽ ഇത് സെലക്റ്റഡാണ്. അഥവാ ഇത് ഇവിടെ കാണുന്നില്ല, ടൂൾ ബാർ കാണുന്നില്ലാണ്ടുണ്ടെങ്കിൽ നമ്മൾ വിൻഡോസിൽ പോയിട്ട് ഈ ടൂൾസിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ടൂൾ ബാർ ഇവിടെ കാണുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കണക്ക് ഈ താഴെ ഈ 3 ഡോട്ട്സിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ടൂൾസ് കൂടെ ഉണ്ട്. നമുക്ക് ആവശ്യം വരുമ്പം നമുക്ക് അതിനടുത്ത് മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യാം. അല്ലാത്ത സമയത്ത് നമ്മൾ ഇതിനെ ഹൈഡ് തന്നെ ചെയ്ത് വയ്ക്കാം. അപ്പം ഈ ടൂൾസ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇതിന് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഈ ക്ലാസ് ബോറിംഗ് ആയിരിക്കും. ഇത് ഒരു ബോറിംഗ് ക്ലാസ് ആയിരിക്കും, പക്ഷേ നമ്മളിത് പഠിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഓരോന്ന് പഠിക്കുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത് കാണുന്ന സെലക്ഷൻ ടൂളാണ്. സെലക്ഷൻ ടൂൾ നിങ്ങൾക്ക് അറിയായിരിക്കും. സെലക്ഷൻ്റെ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ എലിമെൻറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഒരു ഷേപ്പ് വരയ്ക്കാം. നമ്മൾ ഏത് ടൂൾ എടുത്താലും അതിൻ്റെ ഉടൻ പ്രോപ്പർട്ടീസ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഇപ്പം ഈ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഈ ഭാഗത്ത് കാണാം. ഇതിൽ ബ്ലൂ അകത്ത് കാണുന്നത് ഫിൽ കളറാണ്. പിന്നെ ഡാർക്ക് ബ്ലൂ കാണുന്നത് സ്ട്രോക്കാണ്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്ലൈൻ. ഇതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്ന, നമുക്ക് ആ ഒബ്ജക്റ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ സെലക്ഷൻ ടൂളിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ അഥവാ ഈ ഒബ്ജക്റ്റിലോട്ട് ഈ ഷേപ്പിലോട്ട് നമ്മൾ ഒരു ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഔട്ട്ലൈൻ ബോർഡർ ലൈൻ അവിടെ തന്നെ ഇരിക്കും, ഫിൽ മാത്രമേ മാറത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ആ ഷേപ്പിനെ, ആ ഒബ്ജക്റ്റിനെ നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഇത് സെലക്ഷൻ ടൂളിൻ്റെ സെലക്ഷൻ ടൂളും കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിനെ നമുക്ക് ഒരു ഷേപ്പിനെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈയും ചെയ്യാം. നമ്മൾ ഈ ഷേപ്പിനെ ഒന്ന് മോഡിഫൈ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറോ എന്തെങ്കിലും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറോ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനെ ആ ഷേപ്പിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി, ആ ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ടൂൾ വഴി നമ്മളതിനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രണ്ടാമത്തെ ടൂൾ കാണുന്നത് ഫ്രീ ട്രാൻസ്ഫോം ടൂളാണ്. ഈ ടൂളിൻ്റെ ഉപയോഗം നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പ് എടുക്കുക,
നമ്മളിവിടെ ഒരു ഷേപ്പ് ഡ്രോ ചെയ്യാം. ഒരു സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്ത് ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് തിരിക്കുകയോ അതിനെ ചെറുതാക്കുകയോ വലുതാക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ മൂന്നാമത്തെ ടൂൾ കാണുന്നത്, ഈ ട്രാൻസ്ഫോം ടൂളിൻ്റെ അകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു ടൂൾ കൂടെ കാണാം, ഗ്രേഡിയൻറ്റ് ട്രാൻസ്ഫോം ടൂൾ. ഈ ഗ്രേഡിയൻറ്റ് ട്രാൻസ്ഫോം ടൂൾ നമ്മൾ ഈ ഷേപ്പിനെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫിൽ കളർ നമ്മൾ ഗ്രേഡിയൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഗ്രേഡിയൻറ്റ് ട്രാൻസ്ഫോം ടൂൾ മുഖാന്തരം നമ്മൾ ഇതിൻ്റെ ഗ്രേഡിയൻറ്റിനെ നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ അകത്തുള്ള ഗ്രേഡിയൻറ്റ്, ഈ കളർ കാണുന്ന പലതരം കളർ കാണുന്ന ഗ്രേഡിയൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഈ ഗ്രേഡിയൻറ്റ് ട്രാൻസ്ഫോം ടൂൾ വെച്ചിട്ട് നമ്മളിതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതാ ഈ ഗ്രേഡിയൻറ്റ് ട്രാൻസ്ഫോം ടൂളിൻ്റെ ഉപയോഗം. നമ്മളിതിനെ ഡിലീറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഇതും സെലക്ഷൻ ടൂൾ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് 3 തരം സെലക്ഷൻ ടൂൾസ് ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ ലാസോ ടൂളാണ്. അതിൻ്റെ ഷോർട്ട് കമാൻഡ് ഈ എൽ ആണ്, എൽ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിയുമ്പം നമ്മുടെ അടുത്ത് പല ഒബ്ജക്ട്സ്, പല എലിമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതിക്കോ. ഇതിനെ ആൾട്ട് പ്രസ് ചെയ്ത് ചെയ്തിട്ട് നമ്മളിതിനെ ഇങ്ങനെ പല ഒബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് ചിലതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളതിനെ മാറ്റാനോ വേറെ എവിടെയെങ്കിലോട്ടും തിരിക്കാനോ അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാസോ ടൂളിനെ ഉപയോഗിക്കുക. ലാസോ ടൂളിനെ നമ്മൾ പെന്നുകൊണ്ട് വരയ്ക്കുന്ന കണക്ക് തന്നെ നമ്മളിതിനെ നമുക്ക് ആവശ്യമുള്ളതിനെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എടുക്കുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയതെല്ലാം എല്ലാത്തിനെയും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തതിനെ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വയ്ക്കാൻ സാധിക്കും. ഇതിൻ്റെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം രണ്ടാമത്തെ ടൂൾ കാണുന്നത് പോളിഗോൺ ടൂളാണ്. പോളിഗോൺ ടൂളിൻ്റെ ഷിഫ്റ്റ് എൽ ആണ്. ഇത് വെച്ച് നമ്മൾ സ്ട്രെയിറ്റായിട്ട് ലൈൻ വെച്ച് നമുക്ക് ആവശ്യമുള്ളതിനെ എല്ലാ ഒബ്ജക്ട്സിനെ എലിമെൻറ്റ്സിനെയും സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തതിനെ അതിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വയ്ക്കുകയോ മാറ്റാൻ വേണ്ടി നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതാ പോളിഗോൺ ടൂൾ.
ഇത് മൂന്നാമത്തെയും നാലാമത്തെയും രണ്ടും ബ്രഷ് ടൂളാണ്. ഇതിൽ ആദ്യത്തെ കാണുന്ന ഫ്ലൂയിഡ് ബ്രഷ് ടൂളാണ്. ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫ്ലൂയിഡ് ബ്രഷ് ടൂൾ നമ്മൾ ഈ ടൂൾ ഇവിടെ എടുക്കുമ്പം നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഏത് ടൂൾ ഇവിടെ സെലക്ട് ചെയ്താലും റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ കാണപ്പെടുന്നതാണ്. നമ്മളിപ്പം ഇവിടെ ഫ്ലൂയിഡ് ബ്രഷ് ടൂൾ എടുത്ത് അതിൻ്റെ സൈസ് നമ്മൾ നോക്കി ഫിൽ കളർ നമ്മൾ ഏതെങ്കിലും ഒരു കളർ എടുത്ത് ബ്രഷിൻ്റെ സൈസ് ഇവിടെ ഉണ്ട്. സൈസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രോ ചെയ്യുവാണെങ്കിൽ ബ്രഷ് കൊണ്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെബിലൈസർ നമ്മൾ ഇതിനെ കൂട്ടി വയ്ക്കുവാണെങ്കിൽ ഇത് നമ്മൾ ആദ്യം കണ്ടതിലും ഇതിൻ്റെ ഷേപ്പും അതിൻ്റെ ഫിനിഷിങ്ങും നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന റൗണ്ട്നെസ് നമ്മൾ കൂട്ടിയോ കുറയ്ക്കുകയോ ഇതിൻ്റെ എഡ്ജിൻ്റെ റൗണ്ട് ഇത് ഫുൾ റൗണ്ട് അല്ല, റൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഫുൾ എത്രയും നമ്മൾ കൂട്ടും അത്രയും അതിൻ്റെ എഡ്ജ് റൗണ്ടായിട്ട് ഇരിക്കും. പിന്നെ കർവ് സ്മൂത്തനിങ് നമ്മൾ മാക്സിമം വയ്ക്കുകയാണെങ്കിൽ ഓരോ കർവിൻ്റെയും ഓരോ വളവിൻ്റെയും സ്മൂത്ത്നെസ് നല്ലതായിട്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് വ്യത്യാസമിൻ്റെ. നമ്മൾ ഇത് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് എപ്പോഴും ടിക്ക് ചെയ്ത് വെക്കണം. സൂം സൈസ് വിത്ത് സ്റ്റേജിനനുസരിച്ച് ഇത് സൂം ആകാൻ വേണ്ടി ഇത് നമ്മളെപ്പോഴും സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് നമ്മുടെ ഫ്ലൂയിഡ് ബ്രഷ് ടൂളായിരുന്നു. അടുത്ത നെക്സ്റ്റ് ടൂള നമ്മുടെ ബ്രഷ് ടൂൾ, ക്ലാസിക് ബ്രഷ് ടൂൾ. ക്ലാസിക് ബ്രഷ് ടൂളിനെ ഫോട്ടോഷോപ്പോ ഇലസ്ട്രേറ്ററോ ഉപയോഗിച്ചവർക്ക് അറിയാം ക്ലാസിക് ബ്രഷ് ടൂളിൻ്റെ ഉപയോഗം. ഇത് ക്ലാസിക് സാധാരണ ബ്രഷ് ടൂൾ. നമ്മുടെ സൈസ് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. സ്മൂത്തനിങ് കൂട്ടിയും കുറയ്ക്കുകയും വയ്ക്കാം നമുക്ക്. ഇതിൻ്റെ കാട്ടിലും ഇത് മാക്സിമം ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് സ്മൂത്ത് ആയിരിക്കും. അതിൻ്റെ എഡ്ജ് എത്രയും കുറയ്ക്കും അതിൻ്റെ സ്മൂത്ത്നെസ് കുറഞ്ഞു ഇരിക്കും. ഇത് ക്ലാസിക് ബ്രഷ് ടൂൾ. പിന്നെ കാണുന്നത് ഇറേസർ ടൂൾ. ഇറേസറിൻ്റെ നമുക്കറിയാം ഇറേസ് ചെയ്യുന്ന എന്തിനേയും ഇറേസ് ചെയ്യാൻ വേണ്ടി ഇറേസർ ടൂളിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറേസർ ടൂൾ നമ്മളിവിടെ സെലക്ട് ചെയ്തപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ നമുക്ക് കാണാം. ഈ ഇറേസ് ചെയ്യുന്നത് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രോക്കിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേണ്ടി ഞാൻ വേറെ കളർ സെലക്ട് ചെയ്യാം. സ്ട്രോക്കിൻ്റെ സൈസ് നമ്മൾ കൂട്ടി വെച്ച് എന്നിട്ട് നമ്മൾ ഇറേസർ ടൂൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇത് ഫസ്റ്റ് ഇറേസ് നോർമലിന് എല്ലാം നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫില്ലും ബോട്ടറും രണ്ടും ഇറേസ് ചെയ്യാൻ പറ്റി. രണ്ടാമത്തേൽ ഫിൽ മാത്രം ഇറേസ് ആവും, ബോർഡർ ലൈൻ ഇറേസ് ആകത്തില്ല. ബോർഡർ ലൈൻ അങ്ങനെ തന്നെ ഉണ്ട്. മൂന്നാമത്തത് ലൈൻ മാത്രം ഇറേസ് ആകത്തുള്ളൂ, ഫിൽ ഇറേസ് ആകത്തില്ല.
നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും മാത്രം ഏതെങ്കിലും സെലക്ട് ചെയ്തിരിക്കുന്ന ഫിൽ മാത്രമേ നമുക്ക് ഇത് ഇറേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാലാമത്തത് കാണുന്ന ഇൻസൈഡ് മാത്രം ഇറേസ് ചെയ്യാൻ പറ്റും. ഔട്ട്ലൈൻ അങ്ങനെ തന്നെ കാണും. ഇത് ഇറേസർ ടൂൾ. പിന്നെ അടുത്തത് ലൈൻ ടൂളാണ്. ലൈൻ ടൂൾ നമുക്ക് ലൈൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ലൈൻ ഇടാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു ലൈൻ ഇടുമ്പം ഇതിങ്ങനെ എവിടെ നിന്ന് തുടങ്ങി അവിടെ വരെ ഇടാം. പക്ഷേ ആൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ലൈൻ ഇടുവാണെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തോട്ട് വലിക്കുന്ന അതിൻ്റെ എതിർ ഭാഗത്തും അത് നീണ്ടു വരുന്നുണ്ടായിരിക്കും. അതിൽ നമുക്ക് സ്ട്രോക്കിൻ്റെ ലൈനിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. പിന്നെ സ്റ്റൈൽ നമുക്ക് മാറ്റാം. പിന്നെ വിടുത്ത് നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ലൈൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് ലൈൻ ടൂൾ എടുത്തതിൻ്റെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും തന്നെ. വീഡിയോ ഒത്തിരി നീണ്ടുപോയിട്ടുണ്ട്, ബോറിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങളിത് വിടാതെ തുടർച്ചയായിട്ടത് കാണുക. സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. ബാക്കി അടുത്ത ടൂൾസിൻ്റെ കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. നന്ദി.